കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വച്ച് മൂന്നാം മുറ പ്രയോഗിച്ച പോലീസുകാരനെ കൂടി നിയമത്തിന് മുന്നിൽ എത്തിക്കാനുണ്ട് എന്ന് മർദ്ദനമേറ്റ സുജിത്ത്. പോലീസ് ഡ്രൈവറായിരുന്ന സുഹൈറാണ് എസ്ഐക്ക് ഒപ്പം CCTV ഇല്ലാത്ത മുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത്. കേസൊതുക്കാൻ പോലീസുകാർ 20 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തുവെന്നും സുജിത്ത് പറഞ്ഞു. സുജിത്തിനെ സ്റ്റേഷനിൽ എത്തിച്ച് മർദ്ദിച്ചുവെന്ന കണ്ടെത്തൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് തന്നെ മർദ്ദനം നടന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അതിക്രൂരമായി മർദ്ദനമേറ്റ സുജിത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടതാണ്. പക്ഷേ ആ CCTV ദൃശ്യങ്ങളിലൊക്കെ തന്നെ 5 പോലീസുകാരാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ കൃത്യമായി ഒരാൾ മാത്രം അതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. ഈ ഒരു കേസ് കോടതി നേരിട്ട് കേസെടുത്ത സമയത്ത് ഒരാൾ മാത്രമില്ല. ഡ്രൈവറായിരുന്ന സുഹൈറാണ് അന്ന് ആ മർദ്ദനത്തിന് ഈ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പോലീസുകാരൻ. അയാൾ ഇപ്പോൾ പോലീസ് സേനയിലില്ല, റവന്യൂ വകുപ്പിലാണ് ഉള്ളത്. വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഡ്രൈവറും അതുപോലെ ഷുഹൈറും അത് SIയും കൂടിയിട്ടാണ് എന്നെ തല്ലിയിട്ടാണ് ഷർട്ടൊക്കെ വലിച്ച് കീറി കൈ പിന്നിരിക്കും കെട്ടിയിട്ട് ടൈറ്റാക്കിയിട്ടാണ് ശരിക്കും ജീപ്പിലേക്ക് കയറ്റിയിട്ടുള്ളത്. പിന്നെ സ്റ്റേഷനിൽ വന്നു. ആ CCTVയിലുള്ള മേഖലയിൽ ഈ ഷുഹൈറും അതുപോലെ ശശിധരനും മർദ്ദിച്ചിട്ടില്ല. CCTVയിലുള്ള ഫോട്ടോയിൽ ഇവർ 5 പേരും കൂടിയിട്ട് മേലെ വന്നിട്ട് ആണ് എന്നെ കൂടുതൽ നേരം എന്നെ മർദ്ദിച്ചിട്ടുള്ളത്. ആ സമയത്ത് ഈ ശശിധരൻ ഷുഹൈർ ഉൾപ്പെടെ എല്ലാവരും കൂടിയിട്ട് 5 പേരും ചേർന്നിട്ടാണ് എന്നെ മർദ്ദിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളുടെ ഒരു തുടർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? നമ്മളിത് നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും. സുഹൈറിനെ പ്രതി ചേർക്കാനുള്ള എന്താണ് നിയമസഹായമെങ്കിൽ അത് തേടി സുഹൈറിനെ പ്രതി ചേർക്കും. കുന്നംകുളം സ്റ്റേഷൻ്റെ പുറത്തുള്ള പഴയ CIO ഓഫീസ് ഇതിനേക്കാൾ ക്രൂരമായി മർദ്ദിക്കുന്ന ഇടിമുറിയുള്ള സ്ഥലമാണ്. അതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം. ഒരു സുജിത്തിനെന്നല്ല ഒരാൾക്കും ഇനി ലോക്കപ്പ് മർദ്ദനമോ സ്റ്റേഷനിൽ ഒരു വിഷയങ്ങളുണ്ടാവരുതെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇതിലും ഈ കേസിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് സുജിത്തിന് പണം ഓഫർ ചെയ്തു എന്ന് പറയുന്നു. അത് സത്യമാണോ? പണവുമായും എല്ലാമായിട്ടും ഓഫർ ഉണ്ടായിരുന്നു. ആരാണ് ശരിക്കും? അല്ല, പല പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അത് സ്നേഹത്തിന്റെ ഭാഷയിൽ എങ്ങനെയും തീരണം. അവരുടെ ജീവിതമാണ്. സുജിത്തിന് എത്ര രൂപ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു? അവർ എങ്ങനെയുണ്ടായിരുന്നു? 20 ലക്ഷം രൂപ വരെയാണ് ഓഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 20 ലക്ഷം രൂപ വരെ. നമ്മുടെ ഡിമാൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. എത്ര ചോദിച്ചാലും തരാൻ തയ്യാറായിരുന്നു. ഒരു പ്രതിയാണ് മിസ് ചെയ്തിട്ടുള്ളത്. ആ മിസ് ചെയ്തിട്ടുള്ള പ്രതിക്ക് വേണ്ടി അടുത്ത ദിവസം തന്നെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാണ് ഫോർ ആഡിങ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ഓൾസോ. അതിനുവേണ്ടി കൊടുക്കുന്നുണ്ട്. രണ്ടാമതായിട്ടുള്ള ഞങ്ങളുടെ പോരാട്ടം എന്താണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ക്രമസമാധാന പരിപാലന രംഗത്ത് നിന്ന് ഇവരെ മാറ്റി നിർത്തണം. അത് എത്രയും പെട്ടെന്നാണ്. ഇവർ ഈ കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സംവിധാനം ഉണ്ടാവരുത്. കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നു. എത്ര പണം ഓഫർ ചെയ്താലും ഈ ഒരു പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഇതിൽ സുജിത്തിനെ മർദ്ദിച്ച 5ാമനായ സുഹൈറിനെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനുള്ള നിയമ പോരാട്ടവും തുടരും എന്നുള്ളത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.